ആദ്യത്തെ പോയിന്റ് ലോക ജലദിനം എന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ മാർച്ച് 22-നാണ് ലോക ജലദിനം. എന്നാണ് ലോക ജലദിനം? മാർച്ച് 22. 2023 ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ ജലക്ഷാമം പരിഹരിക്കുന്നതിന് അതിവേഗ ചുവടുവെപ്പ്. ജലക്ഷാമം പരിഹരിക്കുന്നതിന് അതിവേഗ ചുവടുവെപ്പാണ് കേട്ടോ. ഇനി ഇന്ത്യയിൽ ആദ്യത്തെ രാത്രി വാന നിരീക്ഷണ കേന്ദ്രം അതായത് ഡാർക്ക് സ്കൈ റിസർവ് ആരംഭിക്കുന്ന എവിടെയാ? ഹാൻലെ ഗ്രാമമാണ് ലഡാക്കില്. ഓക്കെ, അപ്പൊ ഡാർക്ക് ലഡാക്ക് അല്ലെ. അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ഡാർക്ക് സ്കൈ റിസർവ് ആരംഭിക്കുന്ന എവിടെയാണ്? ലഡാക്കിലാണ്, ഹാൻലെ ഗ്രാമത്തിലാണ് കേട്ടോ. ഹാൻലെ ഗ്രാമം. ഓക്കെ, അടുത്ത പോയിന്റ് കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ അഭിഭാഷക പത്മലക്ഷ്മിയാണ്. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ അഭിഭാഷക ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ പത്മലക്ഷ്മി. അടുത്ത പോയിന്റ് നോക്കാം. ആഗോള ഫുട്ബോൾ സംഘടനയായ ഫിഫയുടെ തലവനായി 3-ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഇൻഫാന്റിനോ ആണ് കേട്ടോ. ജിയാനി ഇൻഫാന്റിനോ ആണ് ആഗോള ഫുട്ബോൾ സംഘടനയായിട്ടുള്ള ഫിഫയുടെ തലവനായിട്ട് 3-ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ജിയാനി ഇൻഫാന്റിനോ. ജസ്റ്റ് ഓർക്കുക, നമ്മളൊരു ഇൻഫന്റ് ആകുമ്പോൾ മുതൽ, ഒരു ചെറിയ കുട്ടിയാകുമ്പോൾ മുതലേ നമ്മൾ ഫുട്ബോളൊക്കെ കളിക്കണം എന്നുള്ള രീതിയിൽ ഓർക്കുക. ഇൻഫാന്റിനോ ആണ് കേട്ടോ, ജിയാനി ഇൻഫാന്റിനോ. 2023 രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രസിഡന്റ് കളർ ബഹുമതി സമ്മാനിച്ച ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ INS ദ്രോണാചാര്യ. ഒന്ന് കേട്ടുപോവാ. 2023 രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രസിഡന്റ് കളർ ബഹുമതി സമ്മാനിച്ചിട്ടുള്ള ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ INS ദ്രോണാചാര്യാണ് കേട്ടോ. ഇനി IQ എയർ പുറത്തിറക്കിയ 2022 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണം കൂടിയിട്ടുള്ള രാജ്യം ഏതാണ്? ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള ചാഡാണ്. ഇന്ത്യ 8-ാം സ്ഥാനത്താണ് കേട്ടോ. ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണം കൂടിയിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള ചാഡാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഇപ്പൊ കുറച്ച് മണലൊക്കെ കൂട്ടിയിട്ടുണ്ട്, നമ്മൾ അതിന്റെ മുകളിൽ ചാടി കഴിഞ്ഞാൽ അവിടുത്തെ വായു ഒക്കെ എങ്ങനെ മലിനീകരിക്കപ്പെടും എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ചാടാണെന്നുള്ള കാര്യം ഓർക്കുക. ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണം കൂടിയുള്ള രാജ്യം ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള ചാഡാണ്. ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. അടുത്ത പോയിന്റ് നോക്കാം. കേന്ദ്ര ലളിതകല അക്കാദമി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ചിത്രകാരൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രൊഫസർ ബി നാഗ്ദാസ്. ഓക്കെ, കേന്ദ്ര ലളിതകല അക്കാദമി അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ചിത്രകാരൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രൊഫസർ ബി നാഗ്ദാസ് ആണ്. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ. ഈ കേന്ദ്ര ലളിതകല അല്ലെ, ലളിതമായിട്ടുള്ള ഒരു കലയാണ്. ഈ നാഗത്തിന്റെ ഒക്കെ ഒരു നൃത്തമായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം അല്ലെ. ലളിതകലയാണ് നാഗത്തിന്റെ നൃത്തം എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം. കേന്ദ്ര ലളിതകല അക്കാദമി അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ചിത്രകാരൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രൊഫസർ ബി നാഗ്ദാസ് ആണ് കേട്ടോ. ഇനി 2023 അന്താരാഷ്ട്ര ബുക്ക് പുരസ്കാരത്തിനുള്ള ആദ്യ പട്ടികയിൽ ഇടം നേടിയ തമിഴ് സാഹിത്യകാരൻ പെരുമാൾ മുരുകൻ. 2023 അന്താരാഷ്ട്ര ബുക്ക് പുരസ്കാരത്തിനുള്ള ആദ്യ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള തമിഴ് സാഹിത്യകാരൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ പെരുമാൾ മുരുകനാണ്. പൂക്കുഴി എന്ന നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷയായ പയർ എന്ന നോവലിനാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. പയർ എന്ന നോവൽ കേട്ടോ. പൂക്കുഴി എന്ന നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷയായിട്ടുള്ള പയർ എന്ന നോവലിനാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. എത്രാമത്തെ ഓസ്കർ പുരസ്കാരമാണ് 2023 മാർച്ചിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്? 95-ാമത്തെ ആണ്. അപ്പൊ 2023 95-ാമത്തെ ഓസ്കർ പുരസ്കാരമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പൊ 2023 പറയുമ്പോൾ 2 3 കൂടെ കൂട്ടുക 5 കിട്ടിയല്ലേ. അപ്പൊ 95 എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. പിന്നെ ഓസ്കറിനെ കുറിച്ചുള്ള നമ്മളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, കോഡൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്ലാസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ആ ഒരു ക്ലാസ്സിന്റെ ലിങ്ക് ഞാൻ കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം കേട്ടോ. അപ്പൊ ജാനുവരി മാസം, ഫെബ്രുവരി മാസം, അതേപോലെ തന്നെ ഓസ്കറിന്റെ വീഡിയോസ് ഞാൻ പിൻ ചെയ്തേക്കാം. എല്ലാവരും കാണണേ. അടുത്ത പോയിന്റ്, ലോകത്തിലെ ഏറ്റവും നീളമുള്ള റെയിൽവേ പ്ലാറ്റ്ഫോം ഹുബള്ളിയാണ് കേട്ടോ. ഹുബള്ളി ശ്രീ സിദ്ധരൂധ സ്വാമി റെയിൽവേ സ്റ്റേഷൻ ആണ്. ഓക്കെ, ബാംഗ്ലൂരിലുള്ള ലോകത്തിലെ ഏറ്റവും നീളമുള്ള റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ റെയിൽവേ പ്ലാറ്റ്ഫോം ചോദിക്കുകയാണെങ്കിൽ അത് ഹുബള്ളി ശ്രീ സിദ്ധരൂധ സ്വാമി റെയിൽവേ സ്റ്റേഷൻ ആണ്. തൊഴിലുറപ്പ് പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്തിനുള്ള മഹാത്മാ പുരസ്കാരം നേടിയിട്ടുള്ളത് കള്ളിക്കാടാണ്. തിരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാടാണ്. തൊഴിലുറപ്പ് പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്തിനുള്ള മഹാത്മാ പുരസ്കാരം നേടിയത് കള്ളിക്കാടാണ്. അപ്പൊ കാടൊക്കെ വെട്ടിത്തെളിയിച്ച് തൊഴിലുറപ്പ് നൽകി എന്നൊക്കെ ഓർക്കുക കേട്ടോ. കാടൊക്കെ വെട്ടിത്തെളിച്ച് തൊഴിലൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, കള്ളിക്കാട് തിരുവനന്തപുരം ജില്ലയിലാണെന്നും കൂടെ ഓർത്തു വെച്ചേക്കാം. കുപ്പിവെള്ളത്തിന്റെ ശുദ്ധത ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പരിശോധന ഓപ്പറേഷൻ പ്യോർ വാട്ടർ ആണ് അല്ലെ. ശുദ്ധതയാണ്. അപ്പൊ പ്യോർ വാട്ടർ ആണെന്ന് ഓർക്കുക. ഓപ്പറേഷൻ പ്യോർ വാട്ടർ ആണ്. കുപ്പിവെള്ളത്തിന്റെ ശുദ്ധത ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പരിശോധന ഏതാണ്? ഓപ്പറേഷൻ പ്യോർ വാട്ടർ.
കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് മാധവ് കൗശിക്കിനെയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? മാധവ് കൗശിക്കിനെയാണ് കേട്ടോ. ഇനി അടുത്ത പോയിന്റ്, റിസർവ് ബാങ്ക് മുൻ ഗവർണർ ആയിരുന്ന CD ദേശ്മുഖിന്റെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെടുന്ന റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ ആണ്. റിസർവ് ബാങ്ക് മുൻ ഗവർണർ ആയിരുന്ന CD ദേശ്മുഖിന്റെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെടുന്ന റെയിൽവേ സ്റ്റേഷൻ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ ദേശ്മുഖ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ദേശത്ത് ഒരു ചർച്ചൊക്കെ ഉണ്ടെന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ CD ദേശ്മുഖിന്റെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ. 2023 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് M മുകുന്ദനാണ്. 2023 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് M മുകുന്ദൻ. അപ്പൊ തകഴി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തഴുകി എന്ന് ഓർക്കാം അല്ലെ, മുഖത്തൊക്കെ തഴുകി എന്ന് ഓർക്കാം. അപ്പൊ മുഖം എന്നുള്ള രീതിയിൽ M മുകുന്ദനായിട്ടൊന്ന് ഓർത്തു വെക്കാം. 2023 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? M മുകുന്ദനാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി കടലിൽ കാറ്റാടിപ്പാടം ഒരുക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കുന്ന എവിടെയാ? വിഴിഞ്ഞത്താണ്, തിരുവനന്തപുരം. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് കടലിൽ കാറ്റാടിപ്പാടം ഒരുക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കുന്നത് വിഴിഞ്ഞത്താണെന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. അടുത്തത്, ദേശീയ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പിലൂടെ നടപ്പിലാക്കുന്ന ഗ്ലോക്കോമ പരിശോധന ക്യാമ്പുകളുടെ പേരെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ദൃഷ്ടിയാണ്. അപ്പൊ ഗ്ലോക്കോമ നമ്മുടെ ദൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട് ഓക്കെ ഒന്ന് ഓർത്തു വെക്കുക. ദേശീയ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പിലൂടെ നടപ്പിലാക്കുന്ന ഗ്ലോക്കോമ പരിശോധന ക്യാമ്പുകളുടെ പേര് ദൃഷ്ടി എന്നാണ് കേട്ടോ, ദൃഷ്ടി. ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന പദവി 12ാം തവണയും നേടിയിട്ടുള്ള ചാഗി വിമാനത്താവളം ഏത് രാജ്യത്താണ്? സിംഗപ്പൂരാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന പദവി 12ാം തവണയും നേടിയിട്ടുള്ള ചാഗി വിമാനത്താവളം ഏത് രാജ്യത്താണ്? സിംഗപ്പൂരിലാണെന്നുള്ളത് ഓർക്കുക കേട്ടോ. എവിടെയാണ്? സിംഗപ്പൂരാണ്. ഓക്കെ, അപ്പൊ ചാഗി എന്ന് പറയുമ്പോൾ സിംഗപ്പൂർ എന്ന് പറയുമ്പോൾ നമുക്ക് സിംഹം അല്ലെ, സിംഹം ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചാകും എന്നൊക്കെ ഓർക്കും. അപ്പൊ ചാഗി വിമാനത്താവളം ഏത് രാജ്യത്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സിംഗപ്പൂരാണ്. ഉത്തരേന്ത്യയിലെ ആദ്യ ആണവ നിലയം നിലവിൽ വരുന്നത് ഗോരഖ്പൂരിലാണ് കേട്ടോ. ഉത്തരേന്ത്യയിലെ ആദ്യ ആണവ നിലയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഗോരഖ്പൂരിലാണ്. എവിടെയാണ്? ഗോരഖ്പൂരിലാണ്. അടുത്ത പോയിന്റ് നോക്കാം. 2023 ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചിട്ടുള്ള മലയാള കവി വി മധുസൂദനൻ നായരാണ്. 2023 ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചിട്ടുള്ള മലയാള കവി ആരാണ്? വി മധുസൂദനൻ നായർ. ഓക്കെ, ജ്ഞാനപ്പാന എന്ന് പറയുമ്പോൾ പനയായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഈ പന പോലെ നിൽക്കുന്നത് നമ്മുടെ മധു സിനിമ നടനായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ 2023 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചിട്ടുള്ള മലയാള കവി ആരാണ്? വി മധുസൂദനൻ നായർ. ജസ്റ്റ് നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി പറയുന്ന കോഡ്സ് ആണ് വി മധുസൂദനൻ നായർ. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ദൃശ്യമാധ്യമ പുരസ്കാരമായിട്ടുള്ള ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ശ്യാമപ്രസാദിനാണ്. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ദൃശ്യമാധ്യമ പുരസ്കാരമായിട്ടുള്ള ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആർക്കാണ്? ശ്യാമപ്രസാദിനാണെന്നുള്ളത് ഓർത്തു വെച്ചേക്കാം. അടുത്തത്, ജനിതക വിവരങ്ങൾ ക്രമപ്പെടുത്തി സൂക്ഷിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ഡേറ്റാ സെന്റർ ഏതാ? ജീനോം ഡാറ്റാ സെന്റർ ആണ്. ജനിതക വിവരങ്ങൾ ക്രമപ്പെടുത്തി സൂക്ഷിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഡാറ്റാ സെന്റർ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ജീനോം ഡാറ്റാ സെന്റർ, കേരളത്തിലെ ജീനോം ഡാറ്റാ സെന്റർ. 2023 ഇന്ത്യ ടുഡേ മാഗസിന്റെ പുരസ്കാരം നേടിയ കേരള ടൂറിസം പദ്ധതി കാരവൻ കേരള. 2023 ഇന്ത്യ ടുഡേ മാഗസിന്റെ പുരസ്കാരം നേടിയ കേരള ടൂറിസം പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കാരവൻ കേരള. കാരവൻ കേരള. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സ്വയം പ്രതിരോധ പഠനം ജ്വാലയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സ്വയം പ്രതിരോധ പഠനം അല്ലെ, ജ്വലിക്കണം എന്നൊക്കെ ഓർക്കുക. അപ്പൊ പ്രതിരോധ പഠനം ഏതാണ്? ജ്വാല എന്നുള്ളത് ഓർത്തു വെക്കാം. മിനിസ്ട്രി ഓഫ് ആയുഷ് യോഗ മഹോത്സവം 2023 നടത്തിയിട്ടുള്ള നഗരം ന്യൂഡൽഹിയിലാണ്. മിനിസ്ട്രി ഓഫ് ആയുഷ് യോഗ മഹോത്സവം 2023 നടത്തിയിട്ടുള്ള നഗരം ഏതാണ്? ന്യൂഡൽഹിയിലാണ് കേട്ടോ, ന്യൂഡൽഹിയിലാണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സ് ഒന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കയറാം. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? ആദ്യം മാധവ് കൗശികിനെ കുറിച്ച് പറഞ്ഞു. കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മാധവ് കൗശികിനെയാണ്. റിസർവ് ബാങ്ക് മുൻ ഗവർണർ ആയിരുന്ന CD ദേശ്മുഖിന്റെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെടുന്ന റെയിൽവേ സ്റ്റേഷൻ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ. 2023 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് M മുകുന്ദനാണ്. ഇന്ത്യയിൽ ആദ്യമായി കടലിൽ കാറ്റാടിപ്പാടം ഒരുക്കുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കുന്നത് വിഴിഞ്ഞത്താണ്. ദേശീയ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പിലൂടെ നടപ്പിലാക്കുന്ന ഗ്ലോക്കോമ പരിശോധന ക്യാമ്പയിനുകളുടെ പേര് ദൃഷ്ടിയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന പദവി 12ാം തവണയും നേടിയ ചാഗി വിമാനത്താവളം ഏത് രാജ്യത്താണ്? സിംഗപ്പൂരാണ്. ഉത്തരേന്ത്യയിലെ ആദ്യ ആണവ നിലയം നിലവിൽ വരുന്നത് ഗോരഖ്പൂരിലാണ്. 2023 ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചിട്ടുള്ള മലയാള കവി വി മധുസൂദനൻ നായരാണ്. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ദൃശ്യമാധ്യമ പുരസ്കാരമായിട്ടുള്ള
ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ശ്യാമപ്രസാദിനാണ്. ജനിതക വിവരങ്ങൾ ക്രമപ്പെടുത്തി സൂക്ഷിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഡാറ്റാ സെന്റർ, ജനിതകത്തിന്റെ വെച്ചിട്ട് തന്നെ ജീനോം ഡാറ്റാ സെന്റർ കേരളത്തില്. 2023 ഇന്ത്യ ടുഡേ മാഗസിന്റെ പുരസ്കാരം നേടിയ കേരള ടൂറിസം പദ്ധതി കാരവൺ കേരള. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സ്വയം പ്രതിരോധ പഠനം ജ്വാല. ഏതാണ് ജ്വാല? മിനിസ്ട്രി ഓഫ് ആയുഷ് യോഗ മഹോത്സവം 2023 നടത്തിയിട്ടുള്ള നഗരം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ന്യൂഡൽഹിയിലാണ് കേട്ടോ. എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അടുത്ത പോയിന്റ് നോക്കാം. ബാലസോറിൽ 10 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 2022 സമാധാന നൊബേൽ പുരസ്കാര ജേതാവും മനുഷ്യാവകാശ പ്രവർത്തകനുമായിട്ടുള്ള വ്യക്തി അലസ് ബിയാലിറ്റ്സ്കിയാണ് കേട്ടോ. ബാലസോറിലെ 10 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 2022 സമാധാന നൊബേൽ പുരസ്കാര ജേതാവും മനുഷ്യാവകാശ പ്രവർത്തകനുമായിട്ടുള്ള വ്യക്തി ആരാണ്? അലസ് ബിയാലിറ്റ്സ്കിയാണ്. കാഴ്ച പരിമിതർക്ക് സിഗ്നലുകൾ തൊട്ടറിയാനുള്ള സംവിധാനം ഒരുക്കുന്ന കേരളത്തിലെ ആദ്യ ജില്ല തൃശ്ശൂരാണ്. കാഴ്ച പരിമിതർക്ക് സിഗ്നലുകൾ തൊട്ടറിയാൻ അല്ലെ. അപ്പൊ ഒരു 3 പ്രാവശ്യമൊക്കെ തൊട്ട് നോക്കി കഴിയുമ്പോൾ മനസ്സിലാവുന്ന ഓർക്കുക. അപ്പൊ 3 എന്നുള്ള രീതിയിൽ തൃശ്ശൂരായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. കാഴ്ച പരിമിതർക്ക് സിഗ്നലുകൾ തൊട്ടറിയാനുള്ള സംവിധാനം ഒരുക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ല തൃശ്ശൂർ ജില്ലയാണ്. നഗരപ്രദേശങ്ങളിലെ അപ്രതീക്ഷിത ആക്രമണങ്ങൾ തടയുവാനായിട്ടുള്ള കേരള പോലീസിന്റെ പദ്ധതി അവെഞ്ചേഴ്സ് ആണ്. ഓക്കെ, നഗരപ്രദേശങ്ങളിലെ അപ്രതീക്ഷിത ആക്രമണങ്ങൾ തടയുവാനായിട്ടുള്ള കേരള പോലീസിന്റെ പദ്ധതി ഏതാണ്? അവെഞ്ചേഴ്സ്. ഏതാണ്? അവെഞ്ചേഴ്സ് എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. യുനെസ്കോയുടെ 2023 അന്താരാഷ്ട്ര മാതൃഭാഷ അവാർഡ് ലഭിച്ചിട്ടുള്ളത് മഹേന്ദ്രകുമാർ മിശ്രയ്ക്കാണ്. മാതൃഭാഷ അവാർഡ് വെച്ചിട്ട് തന്നെ മഹേന്ദ്രകുമാർ മിശ്ര. യുനെസ്കോയുടെ 2023 അന്താരാഷ്ട്ര മാതൃഭാഷ അവാർഡ് ലഭിച്ചിട്ടുള്ളത് മഹേന്ദ്രകുമാർ മിശ്രയ്ക്കാണ്. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായിട്ടുള്ള നാസയും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രവും ചേർന്ന് വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം നിസാർ ആണ്. നിസാർ എന്ന് പറഞ്ഞാൽ നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ആണ് കേട്ടോ. അപ്പൊ അമേരിക്കൻ ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള നാസയും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രവും ചേർന്ന് വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം നിസാർ ആണ്. നിസാർ, നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ. 2023 76ാമത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കള് കർണാടകയാണ്. 2023 76ാമത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? കർണാടക. ഫൈനലിൽ മേഘാലയയെ പരാജയപ്പെടുത്തി കർണാടകയും 5ാം കിരീടം നേടി. 2023 76ാമത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കള് കർണാടകയാണ്. ആരാണ്? കർണാടക എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അപ്പൊ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വേഗം പറയാം. ബാലസോറിലെ 10 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 2022 സമാധാന നൊബേൽ പുരസ്കാര ജേതാവും മനുഷ്യാവകാശ പ്രവർത്തനവുമായിട്ടുള്ള വ്യക്തി ചോദിക്കുകയാണെങ്കിൽ അലസ് ബിയാലിറ്റ്സ്കി. കാഴ്ച പരിമിതർക്ക് സിഗ്നലുകൾ തൊട്ടറിയാനുള്ള സംവിധാനം ഒരുക്കുന്ന കേരളത്തിലെ ആദ്യ ജില്ല തൃശ്ശൂര്. നഗരപ്രദേശങ്ങളിലെ അപ്രതീക്ഷിത ആക്രമണങ്ങൾ തടയുവാനായിട്ടുള്ള കേരള പോലീസിന്റെ പദ്ധതി അവെഞ്ചേഴ്സ് ആണ്. യുനെസ്കോയുടെ 2023 അന്താരാഷ്ട്ര മാതൃഭാഷ അവാർഡ് ലഭിച്ചിട്ടുള്ളത് മഹേന്ദ്രകുമാർ മിശ്രയ്ക്കാണ്. 2023 അന്താരാഷ്ട്ര മാതൃഭാഷ അവാർഡ് ലഭിച്ചിട്ടുള്ളത് മഹേന്ദ്രകുമാർ മിശ്ര. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായിട്ടുള്ള നാസയും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രവും ചേർന്ന് വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം നിസാർ ആണ്. ഓക്കെ, 2023 76ാമത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കള് കർണാടകയാണ്. 2023 76ാമത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കള് കർണാടകയാണ്. അടുത്ത പോയിന്റ് നോക്കാം. 15 വയസ്സിന് മുകളിലുള്ളവരെ ഡിജിറ്റൽ സാക്ഷരരാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി ഈ മുറ്റമാണ്. 15 വയസ്സിന് മുകളിലുള്ളവരെ ഡിജിറ്റൽ സാക്ഷരരാക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി ചോദിക്കുകയാണെങ്കിൽ ഈ മുറ്റം എന്നുള്ളത് ഓർത്തു വെക്കുക. ഇന്ത്യൻ എയർഫോഴ്സ് മിസൈൽ സ്ക്വാഡിന്റെ ആദ്യ വനിതാ കമാൻഡിംഗ് ഓഫീസർ ഷാലിസ ധാമി. ഇന്ത്യൻ എയർഫോഴ്സ് മിസൈൽ സ്ക്വാഡിന്റെ ആദ്യ വനിതാ കമാൻഡിംഗ് ഓഫീസർ ആരാണ്? ഷാലിസ ധാമിയാണ് കേട്ടോ. ആരാണ്? ഷാലിസ ധാമി. ഇന്ത്യൻ എയർഫോഴ്സ് മിസൈൽ സ്ക്വാഡിന്റെ ആദ്യ വനിതാ കമാൻഡിംഗ് ഓഫീസർ ആരാണ്? ഷാലിസ ധാമിയാണ്. വനത്തിനുള്ളിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനായിട്ടുള്ള സർക്കാരിന്റെ റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പദ്ധതിയുടെ പേര് നവകിരണം എന്നാണ് കേട്ടോ. അപ്പൊ നവകിരണം എന്താണ്? റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പദ്ധതിയുടെ പുതിയ പേരാണ്. ഇനി എന്താണ് റീബിൽഡ് കേരള അല്ലെങ്കിൽ നവകിരണം എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ വനത്തിനുള്ളിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനായിട്ടുള്ള സർക്കാരിന്റെ റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പദ്ധതിയുടെ പുതിയ പേരാണ് നവകിരണം. ഓക്കെ, അപ്പൊ നവം ഈ വനം എന്നുള്ള രീതിയിൽ തിരിച്ചിടുമ്പോൾ നവം എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം അല്ലെ. അപ്പൊ വനത്തിനുള്ളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ സർക്കാരിന്റെ റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പദ്ധതിയുടെ പുതിയ പേരാണ് നവകിരണം എന്നുള്ളത് ഓർത്തു വെക്കുക. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8-നാണ്.
അതിന്റെ തീം ചോദിക്കുകയാണെങ്കിൽ എംബ്രേസ് ഇക്വിറ്റി അല്ലെങ്കിൽ നീതിയെ പുണരുക. 2023 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ തീം എന്താ? നീതിയെ പുണരുക, നീതിയെ പുണരുക, എംബ്രേസ് ഇക്വിറ്റി. 2023 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചിട്ടുള്ള ആശയം ഡിജിറ്റൽ ലോകം എല്ലാവർക്കും, നൂതനത്വവും സാങ്കേതിക വിദ്യയും ലിംഗസമത്വത്തിന്, ഡിജിറ്റ് ഓൾ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഈക്വലി. 2023 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചിട്ടുള്ള ആശയം ഡിജിറ്റൽ ലോകം എല്ലാവർക്കും, നൂതനത്വവും സാങ്കേതിക വിദ്യയും ലിംഗസമത്വത്തിന്, ഡിജിറ്റ് ഓൾ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഈക്വലി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ പോയിന്റ് നോക്കാം. ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യത്തിന്റെ പേരെന്താ? ഓപ്പറേഷൻ കാവേരിയാണ് കേട്ടോ. അപ്പൊ ഓപ്പറേഷൻ കാവേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭ്യന്തര കലാപം രൂക്ഷമായിട്ടുള്ള സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ കാവേരി. സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യത്തിന്റെ പേരെന്താണ്? ഓപ്പറേഷൻ കാവേരി. ഓർത്തു വെക്കണേ. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ആദ്യത്തെ ജല മെട്രോ പ്രവർത്തനം ആരംഭിച്ച എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യത്തെ ജല മെട്രോ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് കൊച്ചിയിലാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യത്തെ ജല മെട്രോ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് എവിടെയാണ്? കൊച്ചിയിലാണ്. ദ യോഗ സൂത്രാസ് ഫോർ ചിൽഡ്രൻ എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് രൂപ പൈ ആണ്. ദ യോഗ സൂത്രാസ് ഫോർ ചിൽഡ്രൻ എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് രൂപ പൈ. ജസ്റ്റ് ഓർക്കുക, ഇവിടെ ചിൽഡ്രൻ ആണ് അല്ലെ, യോഗ സൂത്രാസ് ഫോർ ചിൽഡ്രൻ ആണ്. അപ്പൊ ചിൽഡ്രൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പയ്യന്മാർ എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാലോ. അങ്ങനെ ഓർക്കുക, രൂപ പൈ ആണ് കേട്ടോ, രൂപ പൈ. അടുത്തത്, KR മീരയുടെ ഘാതകൻ എന്ന പുസ്തകം അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് ജെ ദേവികയാണ്. KR മീരയുടെ ഘാതകൻ എന്ന പുസ്തകം അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പ്രവർത്തനം ചെയ്തിട്ടുള്ളത് ജെ ദേവിക. ജസ്റ്റ് ഓർക്കുക, അസാസിൻ എന്നൊക്കെ പറയുമ്പോൾ കൊല്ലുക അല്ലെ, ദൈവം ചോദിക്കുന്നൊക്കെ പറയില്ലേ, അങ്ങനെ ദൈവ എന്നുള്ള രീതിയിൽ ജെ ദേവിക എന്ന് ഓർക്കുക കേട്ടോ. KR മീരയുടെ ഘാതകൻ എന്ന പുസ്തകം അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് ജെ ദേവിക. ഓക്കെ, അപ്പൊ ആഭ്യന്തര കലാപം രൂക്ഷമായുള്ള സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനായുള്ള രക്ഷാദൗത്യത്തിന്റെ പേര് ഓപ്പറേഷൻ കാവേരി. ഇന്ത്യയിൽ ആദ്യത്തെ ജല മെട്രോ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള എവിടെയാണ്? കൊച്ചിയിലാണ്. ദ യോഗ സൂത്രാസ് ഫോർ ചിൽഡ്രൻ എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് രൂപ പൈ. KR മീരയുടെ ഘാതകൻ എന്ന പുസ്തകം അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് ജെ ദേവികയാണ്. CIL അല്ലെങ്കിൽ കോൾ ഇന്ത്യ ലിമിറ്റഡിന്റെ പുതിയ ചെയർമാൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ PM പ്രസാദ് ആണ്. കോൾ ഇന്ത്യ ലിമിറ്റഡിന്റെ പുതിയ ചെയർമാൻ ആരാണ്? PM പ്രസാദ് ആണ് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ഈ പ്രസാദൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അവര് നമ്മളെ വിളിക്കും അല്ലെ, കോൾ ചെയ്യും എന്ന് ഓർക്കുക. അപ്പൊ കോൾ എന്ന് പറയുമ്പോൾ CALL ഓർക്കുക കേട്ടോ. കോൾ ഇത് പ്രസാദം തരുന്ന ഓർക്കുക കേട്ടോ. കോൾ ഇന്ത്യ ലിമിറ്റഡിന്റെ പുതിയ ചെയർമാൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ PM പ്രസാദ് ആണ്. അടുത്ത പോയിന്റ്, FAO അതായത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആര്യ? ഡോങ്ക്യു ആണ് കേട്ടോ, ഡോങ്ക്യു ആണ്. അപ്പോൾ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ഡോങ്ക്യുവിനെയാണ്. ജസ്റ്റ് ഓർക്കുക, നമ്മൾ ഈ ഫുഡ് കണ്ടു കഴിഞ്ഞാൽ ഡോങ്ക്യുവിനെ പോലെ എവിടെ വേണമെങ്കിലും കുറെ നേരമൊക്കെ നിൽക്കുന്നു ഓർക്കുക കേട്ടോ. അപ്പൊ ഡോങ്ക്യു എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക. അടുത്ത പോയിന്റ്, ഏഷ്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല, ഇന്ത്യയിലെ ഏറ്റവും മികച്ച വനം വന്യജീവി സംരക്ഷണ ഗവേഷണ കേന്ദ്രം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കാണ്. തൃശ്ശൂരിലെയാണ്, പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കാണ്. അപ്പൊ ഏഷ്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല, ഇന്ത്യയിലെ ഏറ്റവും മികച്ച വനം വന്യജീവി സംരക്ഷണ ഗവേഷണ കേന്ദ്രം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കാണ് കേട്ടോ. ഇപ്പൊ കോൾ ഇന്ത്യ ലിമിറ്റഡിന്റെ പുതിയ ചെയർമാൻ ആരാ? PM പ്രസാദ് അല്ലെ. പിന്നെ FAOന്റെ ഡയറക്ടറായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോങ്ക്യുവിനെയാണ്. ഏഷ്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല, ഇന്ത്യയിലെ ഏറ്റവും മികച്ച വനം വന്യജീവി സംരക്ഷണ ഗവേഷണ കേന്ദ്രം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഭൂഗർഭ ശ്മശാനം നിലവിൽ വരുന്ന എവിടെയാണ്? ഉള്ളിയേരിയിലാണ്, കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരിയിലാണ്. ജസ്റ്റ് ഓർത്ത് വെക്കുക, ഈ ശ്മശാനം എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ കുറച്ച് ഉള്ളിലായിരിക്കും എന്നൊക്കെ ഓർക്കുക കേട്ടോ, കുറച്ച് ഉള്ളിലായിരിക്കും എന്ന് ഓർക്കുക. അപ്പൊ അങ്ങനെ ഉള്ളിയേരി എന്നുള്ള രീതിയിൽ ഓർക്കുക. ദക്ഷിണേന്ത്യയിൽ ആദ്യ ഭൂഗർഭ ശ്മശാനമാണ്. ഭൂഗർഭ എന്നൊക്കെ പറഞ്ഞാലും ഉള്ളിലായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഉള്ളിയേരി എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കുക, കോഴിക്കോട് ജില്ലയിൽ കേട്ടോ. ഇനി സച്ചിൻ ടെണ്ടുൽക്കറിന്റെ 50ാം പിറന്നാളിന് ആദരവായിട്ട് സച്ചിൻ ഗേറ്റ് സ്ഥാപിച്ചിട്ടുള്ള സ്റ്റേഡിയം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സച്ചിൻ ഗേറ്റ് സ്ഥാപിച്ചിട്ടുള്ള സ്റ്റേഡിയം എവിടെയാണ്? സിഡ്നി സ്റ്റേഡിയം. സാവച്ചിട്ട് തന്നെ സിഡ്നി സ്റ്റേഡിയം കേട്ടോ, ഓസ്ട്രേലിയയിലാണ്. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ 50ാം പിറന്നാളിന് ആദരവായിട്ട് സച്ചിൻ ഗേറ്റ് സ്ഥാപിച്ചിട്ടുള്ള സ്റ്റേഡിയം ഏതാണ്? സിഡ്നി സ്റ്റേഡിയം, ഓസ്ട്രേലിയ. 2023 ഏപ്രിൽ അന്തരിച്ചിട്ടുള്ള ഇന്ത്യൻ സർക്കസിന്റെ കുലപതി എന്നറിയപ്പെടുന്ന വ്യക്തി ജെമിനി ശങ്കരനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ജെമിനി സർക്കസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. അങ്ങനെ നോക്കുക, ജെമിനി ശങ്കരനാണ് 2023 ഏപ്രിൽ അന്തരിച്ചിട്ടുള്ള ഇന്ത്യൻ സർക്കസിന്റെ കുലപതി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ജെമിനി ശങ്കരനാണ്.
ഹൈക്കോടതിയിലെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റിസ് എസ് വി ഭട്ടി. ജസ്റ്റിസ് എസ് വി ഭട്ടി. ഓക്കെ. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ഹനുമാൻ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ള ക്ഷേത്രം ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രമാണ് കേട്ടോ. തൃശ്ശൂരിലെ സീതാരാമസ്വാമി ക്ഷേത്രം. അപ്പൊ ഹനുമാൻ സീതാരാമൻ ആയിട്ടൊക്കെ ഒന്ന് ഓർക്കുക കേട്ടോ. ഹനുമാനും സീതയും രാമനുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക. കേരളത്തിലെ ഏറ്റവും വലിയ ഹനുമാൻ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ള ക്ഷേത്രം ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രം, തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? ദക്ഷിണേന്ത്യയിലെ ആദ്യ ഭൂഗർഭ ശ്മശാനം നിലവിൽ വരുന്ന എവിടെയാണ്? ഉള്ളിയേരിയിലാണ്. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ 50-ാം പിറന്നാളിന് ആദരവായിട്ട് സച്ചിൻ ഗേറ്റ് സ്ഥാപിച്ചിട്ടുള്ള സ്റ്റേഡിയം സിഡ്നി സ്റ്റേഡിയം. 2023 ഏപ്രിൽ അന്തരിച്ചിട്ടുള്ള ഇന്ത്യൻ സർക്കസിന്റെ കുലപതി എന്നറിയപ്പെടുന്ന വ്യക്തി ജെമിനി ശങ്കരൻ. കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായത് ജസ്റ്റിസ് എസ് വി ഭട്ടി. കേരളത്തിലെ ഏറ്റവും വലിയ ഹനുമാൻ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ള ക്ഷേത്രം ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കയറാം. ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ടിന്റെ പുതിയ വാർഷിക റിപ്പോർട്ട് പ്രകാരം ജനസംഖ്യയിൽ ചൈനയെ മറികടന്ന് 1-ാം സ്ഥാനത്തെത്തിയിട്ടുള്ള രാജ്യം നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. അപ്പൊ ജനസംഖ്യയിൽ ചൈനയെ മറികടന്ന് 1-ാം സ്ഥാനത്തെത്തിയിട്ടുള്ള രാജ്യം ഇപ്പൊ ആരാണ്? ഇന്ത്യ ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. അതേപോലെ തന്നെ 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ള സാഹിത്യകാരൻ സേതു ആണ്. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ള സാഹിത്യകാരൻ സേതു ആണ് കേട്ടോ. സേതു ആണ്, ഓർത്തു വെച്ചേക്കുക. എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായിട്ടുള്ള സേതു ആണ്. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ള സാഹിത്യകാരൻ ആരാണ്? സേതു ആണ്. ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന ഹൈഡ്രജൻ ട്രെയിൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വന്ദേ മെട്രോ ആണ്. ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന ഹൈഡ്രജൻ ട്രെയിൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വന്ദേ മെട്രോ. അപ്പൊ ഓർത്തു വെച്ചേക്കുക. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? നേരത്തെ പറഞ്ഞ പോയിന്റുകൾ. യെസ്, നമ്മൾ ആദ്യം പറഞ്ഞു ഉള്ളിയേരിയെ കുറിച്ച് പറഞ്ഞു അല്ലെ. അതെന്തായിരുന്നു? ആദ്യ ഭൂഗർഭ ശ്മശാനം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉള്ളിയേരിയാണ്. പിന്നെ സിഡ്നി സ്റ്റേഡിയത്തെ കുറിച്ച് പറഞ്ഞു. ജെമിനി സർക്കസിന്റെ കാര്യം പറഞ്ഞു അല്ലെ. പിന്നെ കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായത് ജസ്റ്റിസ് എസ് വി ഭട്ടി എന്ന് പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ ഹനുമാൻ പ്രതിമ ക്ഷേത്രം സീതാരാമസ്വാമി ക്ഷേത്രം എന്നുള്ള കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ടിന്റെ പുതിയ വാർഷിക റിപ്പോർട്ട് പ്രകാരം ജനസംഖ്യയിൽ ചൈനയെ മറികടന്ന് 1-ാം സ്ഥാനത്തെത്തിയുള്ള രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യയിലെ ജനസംഖ്യയൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ PDF ഞാൻ കൊടുത്തേക്കാം. അപ്പൊ ശ്രുതി എന്ന് പറഞ്ഞുള്ള ടെലഗ്രാം ചാനലിലാണ് അതിന്റെ PDF കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടെലഗ്രാം ചാനലും കൂടെ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിമ സ്ഥാപിച്ച എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൈദരാബാദിലാണ് കേട്ടോ. എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഓക്കെ, അപ്പൊ BR അംബേദ്കറിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൈദരാബാദ്. അംബേദ്കർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അമ്പായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അമ്പ്, വില്ല്, അമ്പ്. ആ അമ്പൊക്കെ നല്ല ഹൈറ്റിലാണ് ഇടണേന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഹൈദരാബാദ് ആയിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ള എവിടെയാണ്? ഹൈദരാബാദ് ആണ്. ഓക്കെ, അടുത്ത പോയിന്റ്. സംസ്ഥാനത്ത് മിൽമ ഉൽപ്പന്നങ്ങൾ ഏകീകൃത ബ്രാൻഡിൽ പുറത്തിറക്കാനുള്ള പദ്ധതി ഏതാണ്? റീപൊസിഷനിങ് മിൽമ 2023. റീപൊസിഷനിങ്. ഓക്കെ, സംസ്ഥാനത്ത് മിൽമ ഉൽപ്പന്നങ്ങൾ ഏകീകൃത ബ്രാൻഡിൽ പുറത്തിറക്കാനുള്ള പദ്ധതി ഏതാണ്? റീപൊസിഷനിങ് മിൽമ 2023. 2023 സുപ്രീം കോടതി ജഡ്ജിമാരായിട്ട് നിയമിതരായത് ജസ്റ്റിസ് എസ് വി ഭട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് എസ് വി ഭട്ടി. അതേപോലെ തന്നെ ജസ്റ്റിസ് ഉജ്വൽ ബുയാനും കൂടി ഉണ്ട് കേട്ടോ. ജസ്റ്റിസ് ഉജ്വൽ ബുയാൻ തെലങ്കാന ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആണ്. അപ്പൊ 2023 സുപ്രീം കോടതി ജഡ്ജിമാരായിട്ട് നിയമിതരായത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള എസ് വി ഭട്ടിയും അതേപോലെ തന്നെ ഉജ്വൽ ബുയാൻ എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. ഉജ്വൽ ബുയാൻ. അപ്പൊ പോയിന്റ്സ് ഒന്നും കൂടെ നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിമ സ്ഥാപിച്ചുള്ളത് ഹൈദരാബാദിലാണ്. സംസ്ഥാനത്ത് മിൽമ ഉൽപ്പന്നങ്ങൾ ഏകീകൃത ബ്രാൻഡിൽ പുറത്തിറക്കാനുള്ള പദ്ധതി റീപൊസിഷനിങ് മിൽമ 2023. ജസ്റ്റിസ് എസ് വി ഭട്ടിയും അതേപോലെ തന്നെ ഉജ്വൽ ബുയാൻ. അടുത്ത പോയിന്റ് നോക്കാം. 6 മാസം കൊണ്ട് സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളെയും ഡിജിറ്റൽ സാക്ഷരരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? ഡിജി കേരളമാണ് കേട്ടോ. അപ്പൊ ഡിജിറ്റൽ സാക്ഷരരാക്കുക, ഡിജി, അതിനകത്തൊരു ഡിജി ഉണ്ട് അല്ലെ. ഡിജി കേരളം എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. ഇനി യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയം നിലവിൽ വരുന്ന രാജ്യം ഫിൻലാൻഡ് ആണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയം നിലവിൽ വരുന്ന രാജ്യം ഏതാണ്? ഫിൻലാൻഡ്. 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി അസ്താനയാണ് കേട്ടോ. കസാക്കിസ്ഥാനിലാണ് 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? അസ്താന. ജസ്റ്റ് ഒന്ന് ഓർക്കുക. ഈ ചെസ് ഒക്കെ കളിക്കുമ്പോൾ ഓരോന്നിനും ഓരോ സ്ഥാനങ്ങളുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ നോക്കാം. സ്ഥാനം എന്നുള്ള രീതിയിൽ അസ്താന കേട്ടോ. 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി അസ്താനയാണ്.
ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നിട്ടുള്ള എവിടെയാണ്? കൊൽക്കത്തയിലാണ്. അപ്പൊ അണ്ടർ വാട്ടർ ആണ്, കാരണം മുകളിലൊക്കെ കോലും കട്ടയൊക്കെ ആയതുകൊണ്ട് തന്നെ അണ്ടർ വാട്ടർ ആണെന്നുള്ളത് ഓർത്തു വെച്ചേക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാണ്? കൊൽക്കത്ത. കൊൽക്കത്ത. അടുത്ത പോയിന്റ്, വീർ സവർക്കറുടെ ജന്മദിനം സ്വതന്ത്ര വീർ ഗൗരവ് ദിവസ് ആയിട്ട് ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ്? സ്വതന്ത്ര വീർ ഗൗരവ് ദിവസ് ആയിട്ട് ആഘോഷിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർക്കുക, കുറെ മഹാന്മാരൊക്കെ കുറച്ച് ഗൗരവത്തിലൊക്കെ ആയിരിക്കും ഓർക്കുക. അപ്പൊ ഗൗരവ് ദിവസാണ് മഹാരാഷ്ട്ര. സ്വതന്ത്ര വീർ ഗൗരവ് ദിവസ് ആയിട്ട് ആഘോഷിക്കുന്ന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് മഹാരാഷ്ട്രയാണ്. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാനാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ജൂസ് ദൗത്യം? വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാനാണ് കേട്ടോ. അപ്പോ ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാനാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി ജൂസിന്റെ ദൗത്യം ചോദിക്കുകയാണെങ്കിൽ ഏതിന്റെയാണ്? വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാനാണ്. ജസ്റ്റ് ഓർക്കുക, ഈ ജ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വാഴപ്പഴത്തിന്റെ ജ്യൂസ് എന്ന് ഓർക്കുക, വാഴ ജ്യൂസ് അല്ലെ. അപ്പൊ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാനാണെന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. അപ്പൊ ഒന്നും കൂടെ നമുക്ക് നോക്കാം. 6 മാസം കൊണ്ട് സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളെയും ഡിജിറ്റൽ സാക്ഷരരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതി ഡിജി കേരളമാണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയം നിലവിൽ വരുന്ന രാജ്യം ഫിൻലാൻഡ്. 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി അസ്താന. ഇന്ത്യയിൽ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കൊൽക്കത്തയാണ്. വീർ സവർക്കറുടെ ജന്മദിനം സ്വതന്ത്ര വീർ ഗൗരവ് ദിവസമായിട്ട് ആഘോഷിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാനാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ജൂസ് ദൗത്യം? വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാനാണ് കേട്ടോ. വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാനാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്ലോണിങ്ങിലൂടെ വികസിപ്പിച്ചെടുത്ത ഗീർ പശു ഗംഗയാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്ലോണിങ്ങിലൂടെ വികസിപ്പിച്ചെടുത്ത ഗീർ പശു ഗാ വെച്ചിട്ട് തന്നെ ഗംഗയാണ്. 2023 ഇന്ത്യയിൽ ഏറ്റവും മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ചെറുതനെയാണ്. ആലപ്പുഴ ജില്ലയിലെ ചെറുതനെയാണ് 2023 ഇന്ത്യയിലെ ഏറ്റവും മികച്ച ശിശു സൗഹൃദ പഞ്ചായത്താണ് ശിശു സൗഹൃദ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ചെറുതന. ജസ്റ്റ് ഓർക്കുക, ശിശുക്കൾ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ചെറുതായിരിക്കും അല്ലെ, ചെറുതാണെന്ന് ഓർക്കുക, ചെറുതന. പിന്നെ ശിശു സൗഹൃദ പഞ്ചായത്ത് എന്നും കൂടെ ഓർത്തു വെച്ചേക്കണ പഞ്ചായത്താണ്. ഏഷ്യയിലെ ആദ്യ ബാലസൗഹൃദ നഗരം ചോദിക്കുകയാണെങ്കിൽ നഗരമാണ്. ഏഷ്യയിലെ ആദ്യ ബാലസൗഹൃദ നഗരം ചോദിക്കുകയാണെങ്കിൽ അത് തൃശ്ശൂരാണ്. ഓക്കെ, ഓർത്തു വെച്ചേക്ക, തൃശ്ശൂരാണ്. ഏഷ്യയിലെ ആദ്യ ബാലസൗഹൃദ നഗരം തൃശ്ശൂരാണ് കേട്ടോ. ഈ ഫ്രണ്ട്സ് സിനിമയിനകത്ത് കണ്ടിട്ടില്ലേ 3 പേരും കൂടി നിൽക്കുന്നത് അല്ലെ? അപ്പൊ ബാലന്മാരുടെ ഒരു സൗഹൃദം ഫ്രീ ആയിട്ടൊക്കെ ഒന്ന് വേണമെങ്കിൽ ഓർക്കാം, തൃശ്ശൂരാണെന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. അപ്പൊ 2023 ഇന്ത്യയിലെ ഏറ്റവും മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ചെറുതനെയാണ്. ഏഷ്യയിലെ ആദ്യ ബാലസൗഹൃദ നഗരം തൃശ്ശൂരാണ്. അടുത്ത പോയിന്റ് നോക്കാം. സ്ത്രീകളുടെ സ്വയം രക്ഷയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് കുടുംബശ്രീയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സംയുക്തമായിട്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ധീരം. ഓക്കെ, അപ്പൊ എന്താണ് ധീരം എന്ന് പറയുന്നത്? സ്ത്രീകളുടെ സ്വയം രക്ഷയ്ക്കും അല്ലെ, അവര് നല്ല ധീരരായിട്ടൊക്കെ നിൽക്കണം, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് കുടുംബശ്രീയും സ്പോർട്സും കേട്ടോ, കുടുംബശ്രീയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സംയുക്തമായിട്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ധീരം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. 100% വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയുള്ള ഇന്ത്യയിലാദ്യത്തെ സംസ്ഥാനം ഹരിയാനയാണ്. 100% വൈദ്യുതീകരിച്ചിട്ടുള്ള റെയിൽവേ ശൃംഖലയുള്ള ഇന്ത്യയിൽ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഹരിയാന. ഇപ്പൊ വൈദ്യുതീകരിച്ച എന്ന് പറഞ്ഞാല് ഈ കൽക്കരി ട്രെയിനുകളൊക്കെ മാറി അല്ലെ, അപ്പൊ കരിയൊക്കെ മാറി വൈദ്യുതീകരിച്ചു എന്നുള്ള രീതിയിൽ ആലോചിക്കാം. അപ്പൊ കരി എന്നുള്ള രീതിയിൽ ഹരിയായിട്ട് നോക്കുക കേട്ടോ, ഹരിയാനയാണ്. 100% വൈദ്യുതീകരിച്ചിട്ടുള്ള റെയിൽവേ ശൃംഖലയുള്ള ഇന്ത്യയിൽ ആദ്യത്തെ സംസ്ഥാനം, കരിയൊക്കെ മാറി വൈദ്യുതീകരിച്ചു, കരി എന്നുള്ള രീതിയിൽ ഹരിയാന എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പൊ ഒന്നും കൂടെ നമുക്ക് പോയിന്റ് നോക്കാം. 2023 ഇന്ത്യയിലെ ഏറ്റവും മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ചെറുതന. ഏഷ്യയിലെ ആദ്യ ബാലസൗഹൃദ നഗരം തൃശ്ശൂര്. സ്ത്രീകളുടെ സ്വയം രക്ഷയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് കുടുംബശ്രീയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സംയുക്തമായിട്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ധീരം. 100% വൈദ്യുതീകരിച്ചുള്ള റെയിൽവേ ശൃംഖലയുള്ള ഇന്ത്യയിലായത് സംസ്ഥാനം ഹരിയാനയാണ്. ഇന്റർനാഷണൽ വാച്ച് ഡോഗ് ഫ്രീഡം ഹൗസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള 2023 ഫ്രീഡം ഇൻ ദ വേൾഡ് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സ്വാതന്ത്ര്യം കുറഞ്ഞിട്ടുള്ള രാജ്യങ്ങൾ. ഓക്കെ, അപ്പൊ ഫ്രീഡം ഇൻ ദ വേൾഡ് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സ്വാതന്ത്ര്യം കുറഞ്ഞിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ടിബറ്റ് ഉണ്ട്, സൗത്ത് സുഡാൻ, സിറിയ. ഓക്കെ, അപ്പൊ ടിബറ്റ്, സൗത്ത് സുഡാൻ, സിറിയ ഒന്ന് പഠിച്ചു വെക്കണേ. ടിബറ്റ്, സൗത്ത് സുഡാൻ, സിറിയ. ടിബറ്റ്, സൗത്ത് സുഡാൻ, സിറിയ. ജലാശയങ്ങളുടെ അടിത്തട്ടിലെ ദൃശ്യങ്ങൾ കാണുന്നതിനായുള്ള വെബ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ ജലനേത്രയാണ്. അപ്പോൾ ജലാശയങ്ങളുടെ അടിത്തട്ടിലെ അല്ലെ,
അടിത്തട്ടിലെ ദൃശ്യങ്ങൾ കാണുന്നതിനായിട്ടുള്ള വെബ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ ഏതാണ്? ജലനേത്ര. ജലം നമുക്ക് കണ്ണുവെച്ച് കാണാം, നേത്രം വെച്ച് കാണാം എന്നൊക്കെ ഓർക്കുക കേട്ടോ. ജലനേത്ര. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരോഗ്യ അവകാശ നിയമം പാസ്സാക്കുന്ന സംസ്ഥാനം ഏതാ? നമ്മുടെ കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരോഗ്യ അവകാശ നിയമം പാസ്സാക്കുന്ന സംസ്ഥാനം കേരളമാണ്. അടുത്ത പോയിന്റ് നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്സിലെ നൊബേൽ പുരസ്കാരം എന്നറിയപ്പെടുന്ന ഇന്റർനാഷണൽ അവാർഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ലഭിച്ചിട്ടുള്ള ഇന്ത്യൻ വംശജൻ CR റാവു ആണ്. ഒന്ന് അറിഞ്ഞു വെച്ചേക്ക, ആരാണ്? CR റാവു ആണ്. ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയിട്ടുള്ള ഫുട്ബോൾ ടീം അർജന്റീനയാണ്. നമുക്കറിയാം നമ്മുടെ ഖത്തർ വേൾഡ് കപ്പ് കിട്ടിയിട്ടുള്ളത് അർജന്റീനയ്ക്കാണ് അല്ലെ. അതേപോലെ തന്നെ ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയിട്ടുള്ള ഫുട്ബോൾ ടീം അർജന്റീന, രണ്ടാം സ്ഥാനം ഫ്രാൻസ് ആണ്, മൂന്നാം സ്ഥാനം ബ്രസീൽ. നമ്മുടെ ഖത്തർ വേൾഡ് കപ്പിൽ എങ്ങനെയായിരുന്നു? AFC ആയിരുന്നു അല്ലെ. അർജന്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ ആയിരുന്നു. ഇവിടെ ഒന്നാം സ്ഥാനം അർജന്റീന, രണ്ടാം സ്ഥാനം ഫ്രാൻസ് തന്നെ, മൂന്നാം സ്ഥാനം ബ്രസീൽ എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ള സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ള സംസ്ഥാനം കേരളമാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരോഗ്യ അവകാശ നിയമം പാസ്സാക്കുന്ന സംസ്ഥാനം കേരളം. സ്റ്റാറ്റിസ്റ്റിക്സിലെ നൊബേൽ പുരസ്കാരം എന്നറിയപ്പെടുന്ന ഇന്റർനാഷണൽ അവാർഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ലഭിച്ചിട്ടുള്ള ഇന്ത്യൻ വംശജൻ CR റാവു. ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയിട്ടുള്ള ഫുട്ബോൾ ടീം അർജന്റീന, രണ്ടാം സ്ഥാനം ഫ്രാൻസ്, മൂന്നാം സ്ഥാനം ബ്രസീലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. 2023 മുതൽ വില സംരക്ഷണ കേന്ദ്രമായി കേന്ദ്ര അംഗീകാരം ലഭിച്ചിട്ടുള്ള സർവകലാശാല കേരള കാർഷിക സർവകലാശാല. 2023 മുതൽ വില സംരക്ഷണ കേന്ദ്രമായിട്ട് കേന്ദ്ര അംഗീകാരം ലഭിച്ചിട്ടുള്ള സർവകലാശാല ഏതാണ്? കേരള കാർഷിക സർവകലാശാല. അടുത്തത്, ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ലീജിയൻ ഓഫ് ഓണർ ലഭിച്ചിട്ടുള്ള ഇന്ത്യൻ വനിത ആരാണ്? കിരൺ നാടാർ ആണ് കേട്ടോ. അപ്പൊ എന്താ കിട്ടിയിട്ടില്ലേ? എന്താണ് ബഹുമതിയുടെ പേര്? ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ലീജിയൻ ഓഫ് ഓണർ. നമ്മൾ പറയില്ലേ ഓണർ, ഒരാളെ ആദരിക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ പൊന്നാടയൊക്കെ അണിക്കും അല്ലെ. അങ്ങനെ നാട എന്നുള്ള രീതിയിൽ നാടാറായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ കിരൺ നാടാറിനാണ് കിട്ടിയിട്ടുള്ളത് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ലീജിയൻ ഓഫ് ഓണർ. അപ്പൊ ആ ഒരു നാട ക്രോസ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ ക്രോസ് ആക്കിയിട്ടൊക്കെ ഇങ്ങനെ ഇട്ടുന്ന് കൊടുക്കുക കേട്ടോ. ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ലീജിയൻ ഓഫ് ഓണർ ലഭിച്ചിട്ടുള്ള ഇന്ത്യൻ വനിത കിരൺ നാടാറാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഹിമാലയത്തിലെ ഭൂകമ്പ മേഖലകൾ മാപ്പ് ചെയ്യാനായി ISROയും നാസയും സംയുക്തമായിട്ട് വികസിപ്പിച്ച ഉപഗ്രഹം ഏതാണ്? നിസാർ ആണ്. അപ്പൊ നോക്കുക, ISRO പിന്നെ നാസ രണ്ടും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നിസാർ അല്ലെ. ISRO നാസ ചേർത്ത് കഴിയുമ്പോൾ നിസാർ എന്നുള്ള രീതിയിൽ കിട്ടില്ലേ. അപ്പൊ അങ്ങനെ നോക്കുക, നിസാർ ആണ് കേട്ടോ. IS എന്നുള്ള രീതിയിലും പിന്നെ N വെച്ചുള്ള നാസയുടെയും ആയിട്ടൊക്കെ ഒന്ന് ഓർത്തു വെക്കണേ, നിസാർ. 2023 ഭൗമ സൂചിക പദവി ലഭിച്ച കറുത്ത മുന്തിരി കൃഷി ചെയ്യുന്ന തമിഴ്നാട്ടിലെ സ്ഥലം കമ്പമാണ്. കറുത്ത മുന്തിരി പലർക്കും വളരെ കമ്പമായിരിക്കും. അപ്പൊ ഹിമാലയത്തിലെ ഭൂകമ്പ മേഖലകൾ മാപ്പ് ചെയ്യാനായി ISROയും നാസയും സംയുക്തമായിട്ട് വികസിപ്പിച്ച ഉപഗ്രഹം ഏതാണ്? നിസാർ എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിലെ ആദ്യ 3D പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് നിലവിൽ വരുന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ബംഗളൂരു ആണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് നിലവിൽ വരുന്ന എവിടെയാണ്? ബംഗളൂരു. ഞാൻ ജസ്റ്റ് ഓർത്തേക്കണത് ഈ പോസ്റ്റ് ഓഫീസ് ഒക്കെ ഉണ്ടല്ലോ, മിക്ക പോസ്റ്റ് ഓഫീസിന്റെ അടുത്തും ഒരു ബാങ്ക് ഒക്കെ ഉണ്ടെന്ന് ഓർക്കുകയാണ്. അപ്പൊ ബാങ്ക് എന്നുള്ള രീതിയിൽ ബംഗളൂരു. ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് നിലവിൽ വരുന്ന എവിടെയാണ്? ബംഗളൂരു. കാഴ്ച പരിമിതർക്കുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ബ്രാൻഡ് അംബാസിഡർ ഹർമൻപ്രീത് കൗർ ആണ്. കാഴ്ച പരിമിതർക്കുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ഹർമൻപ്രീത് കൗർ ആണ്. ഹർമൻപ്രീത് കൗർ. അടുത്ത പോയിന്റ്, ഹീമോഫീലിയ, അരിവാൾ രോഗം, തലോസീമിയ തുടങ്ങിയ രക്തജന്യ രോഗങ്ങളുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാനുള്ള പദ്ധതിയാണ് ആശാധാരം. അപ്പൊ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലോസീമിയ തുടങ്ങിയ രക്തജന്യ രോഗങ്ങളുടെ സമഗ്ര ചികിത്സ ഉറപ്പിക്കാനുള്ള പദ്ധതി ഏതാണ്? ആശാധാര എന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ പുരസ്കാരം നേടിയിട്ടുള്ള കേരളത്തിലെ പഞ്ചായത്ത് മീനങ്ങാടി. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ പുരസ്കാരം നേടിയിട്ടുള്ള കേരളത്തിലെ പഞ്ചായത്ത് ഏതാണ്? മീനങ്ങാടി. പഠിച്ചു വെച്ചേക്കണേ, മീനങ്ങാടി. കേരളത്തിൽ നടന്ന ഏത് ചരിത്ര സംഭവത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്കാണ് 2023 ഏപ്രിൽ തുടക്കം കുറിച്ചിട്ടുള്ളത്? വൈക്കം സത്യാഗ്രഹമാണ് കേട്ടോ. ഏതാണ്? വൈക്കം സത്യാഗ്രഹം. കേരളത്തിൽ നടന്നിട്ടുള്ള ഏത് ചരിത്ര സംഭവത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്കാണ് 2023 ഏപ്രിലിൽ തുടക്കം കുറിച്ചിട്ടുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വൈക്കം സത്യാഗ്രഹം. അപ്പൊ ഒന്നും കൂടെ പറയാൻ പോയിന്റുകൾ ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് ആണ്. പോസ്റ്റ് ഓഫീസിന്റെ അടുത്ത് ബാങ്ക് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ബംഗളൂരു എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. കാഴ്ച പരിമിതർക്കുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ബ്രാൻഡ് അംബാസിഡർ ഹർമൻപ്രീത് കൗർ ആണ്. ഹീമോഫീലിയ, അരിവാൾ രോഗം, തലോസീമിയ തുടങ്ങിയ രക്തജന്യ രോഗങ്ങളുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാനുള്ള പദ്ധതിയാണ് ആശാധാര. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന് പുരസ്കാരം നേടിയ കേരളത്തിലെ പഞ്ചായത്ത് ഞാൻ ചോദിക്കുകയാണെങ്കിൽ മീനങ്ങാടിയാണ്.
കേരളത്തിൽ നടന്ന ഏത് ചരിത്ര സംഭവത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്കാണ് 2023 ഏപ്രിൽ തുടക്കം കുറിച്ചത്? വൈക്കം സത്യാഗ്രഹം.